പ്രശ്നമൊന്നുമില്ല. ഈ വീട്ടില് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ ഞാനിപ്പം നിന്നെ വിളിപ്പിച്ചത്. ചേച്ചി എന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. നീ ഉടനെ തന്നെ ചാനലിൽ പോയി തുടങ്ങണം. നമ്മൾ കുട്ടേട്ടന്റെ ഇവിടെ നടന്നതുകൊണ്ടേ തെറ്റിദ്ധരിച്ചതാ. കുട്ടേട്ടനാണ് പോലീസ്. ഇനി കിരൺ പോലീസിലെങ്ങാണോ ആണോ? ഇവരുടെ രീതിയിൽ കണ്ടിട്ട് എന്തോ പന്തികളുണ്ടല്ലോ. ഇനി ഇവനെങ്ങാനും പോലീസിലാണെങ്കിൽ നിന്റെ മരണം എന്റെ കൈ കൊണ്ടായിരിക്കും. എന്നാലും നിങ്ങളില്ലായിരുന്നെങ്കിൽ ഈ കേസ് ഇപ്പോഴെങ്ങും തീരില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ താങ്ക്സ് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ഓ ആയിക്കോട്ടെ, എന്നാ ശരി. വേറൊന്നുമില്ല, ഞാൻ ഇറങ്ങട്ടെ. ആ ശരി. ആയിക്കോട്ടെ. ആ ശരി, ഓക്കെ. ആയിക്കോട്ടെ. എന്നാ നമുക്ക് പോവാല്ലേ? നാത്തൂനെ, എന്തോ കാര്യമായ ആലോചനയിലാണെന്ന് തോന്നുന്നു. എന്താ കാര്യം? ഗിരിജ, ഇന്ദ്രപ്രസ്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വലുത് നീ അറിഞ്ഞോ? എന്താ നാത്തൂനെ, എന്താ കാര്യം? സഹദേവന്റെ മോള് പല്ലവിയില്ലേ? ആ നരന്ത പെണ്ണല്ലേ? ആ അത് തന്നെ. അവള് എന്തൊക്കെയോ വലിയ കുഴപ്പങ്ങളുണ്ടാക്കി. എന്തു കുഴപ്പം? അതേക്കുറിച്ച് കൃത്യമായിട്ട് എനിക്കറിയില്ല. ചെറുതല്ലാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങളാ. അയ്യോ, പോലീസും കേസും ഒക്കെ ആയെന്ന് അഷിമോള് പറഞ്ഞേ. അതിനാണോ നാത്തൂൻ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? അവളെ പോലീസ് പിടിച്ചോണ്ട് പോട്ടെ നാത്തൂനെ. അവളെ പോലീസ് കൊണ്ടുപോയാ എനിക്കെന്താ? അതൊന്നും അല്ല കാര്യം. പിന്നെ അവിടെ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം ദുർഗ ഇടപെട്ട് പരിഹരിച്ചെന്നാ അഷിമോള് പറഞ്ഞേ. ഇപ്പൊ എല്ലാവരുടെ മുന്നിലും അവള് വലിയ ആളായി നിൽക്കുക. ആണോ? ഈ നാശത്തിനെ കൊണ്ട് തോറ്റല്ലോ. എവിടെ കയറി ചെന്നാലും അവിടെ കയറി വലിയ ആളാകും. ആ ആളുകളെ കയ്യിലെടുക്കാൻ ആ നാശത്തിന് പ്രത്യേക ഒരു കഴിവാ. പാവ അഷിമോള്. അവള് വലിയ സങ്കടത്തിലാ. ദുർഗ കാരണം ജീവിക്കാൻ നിവർത്തിയില്ലെന്നാ മോള് പറയുന്നേ. സത്യല്ലേ നാത്തൂനെ? ദുർഗ അവിടെയുള്ളവരെല്ലാം പൊക്കി പറയുന്നത് കേട്ട് എങ്ങനെ അശി നിൽക്കും? കഷ്ടായിപ്പോയി. കല്യാണം കഴിഞ്ഞ് സന്തോഷമായിട്ട് ഇരിക്കേണ്ട സമയത്ത് ഈ നാശം പിടിച്ചുള്ള കാരണം അഷിയുടെ സ്വസ്ഥതയും പോയി. അതെ, എന്റെ കൊച്ചിന്റെ സൗണ്ട് കേട്ടിട്ട് എന്റെ നെഞ്ചു പൊട്ടിപ്പോയി. എങ്ങനെയെങ്കിലും ആ നാശം പിടിച്ചവളെ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് പുറത്താക്കണം. നാത്തും വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. ചേച്ചി ചേച്ചി എന്നെ കാണണമെന്ന് പറഞ്ഞെന്ന് അമ്മ പറഞ്ഞു. അത് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം ചേച്ചി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. ഈ വീട്ടില് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ ഞാനിപ്പം നിന്നെ വിളിപ്പിച്ചത്. ചേച്ചി എന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. നീ ഉടനെ തന്നെ ചാനലിൽ പോയി തുടങ്ങണം. അതിനിയും വൈകിക്കരുത് പൃഥ്വി. പറ്റിയ നാളെ തന്നെ നീ കാര്യങ്ങൾ ഏറ്റെടുത്ത് തുടങ്ങണം. പൃഥ്വി, നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ ഒരു ആലോചന? അല്ല ചേച്ചി, ഇപ്പൊ ഇങ്ങനെയൊരു തീരുമാനം എടുത്തതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? അശ്വത അമ്മ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ചേച്ചി ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനൊന്നും അല്ല പൃഥ്വി. നിന്നെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കണമെന്ന്
ഞാൻ പണ്ടേ തീരുമാനിച്ച കാര്യമാ. അത് നിനക്കറിയാവുന്നതാണല്ലോ. പിന്നെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് അതിങ്ങ് നീണ്ടുപോയി. അതൊന്നും എന്റെ സ്വാർത്ഥത കൊണ്ടോ ഇന്ദ്രപ്രസ്ഥത്തിലെ സമ്പത്ത് മുഴുവൻ അടക്കി പിടിക്കാനുള്ള ആഗ്രഹം കൊണ്ടോ അല്ല. അതൊക്കെ എനിക്കറിയാവുന്നല്ലേ ചേച്ചി. ഈ കുടുംബത്തിന്റെ സന്തോഷം മാത്രമേ ചേച്ചിയുടെ മനസ്സിലുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് മതി. നിനക്കെങ്കിലും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ പൃഥ്വി. അത് തന്നെ ഭാഗ്യം. ഇപ്പൊ നീ വിവാഹിതനാണ്. നിന്റെ ഭാര്യ നീ ഒരു നല്ല പൊസിഷനിൽ ജോലി ചെയ്ത് കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരിക്കലും പരാതി പറയാൻ പറ്റില്ല. അതുകൊണ്ട് കൂടിയാ ഞാൻ ഇപ്പോ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഇനി ഒട്ടും വൈകണ്ട, നീ ചാനലിൽ പോയി തുടങ്ങണം. ശരി, ചേച്ചി പറയുന്ന പോലെ ചെയ്യാം. ഇന്ദ്ര TV ഒരു വെറും ചാനൽ മാത്രമല്ല പൃഥ്വി. നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനവും അന്തസ്സും കൂടിയാണെന്നുള്ള ഒരു ബോധ്യം ഓരോ കാര്യങ്ങളും നീ ചെയ്യുമ്പോഴും ഉണ്ടാവണം. എനിക്കറിയാം ചേച്ചി. ചേച്ചിക്ക് ഒരു ടെൻഷനും വേണ്ട. എന്നെ ചാനൽ ഏൽപ്പിച്ചതിന് ചേച്ചിക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല. അത് മതി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. കിരണും ദുർഗയും ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ മോള് ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പെമ്മക്കളെ വഴിതെറ്റി പോകുന്നതിന് ഒരു പരിധി വരെ കാരണം അമ്മമാരാ. നീ പല്ലവിയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ കാണിക്കണം. ഓ, ഇപ്പൊ അങ്ങനെയായോ? ഒരേ ഒരു മകളാണെന്നും പറഞ്ഞ് നിങ്ങളല്ലേ കൊഞ്ചിച്ച് വളർത്തിയത്. എന്തെങ്കിലും ഒരു കാര്യത്തിന് വഴക്ക് പറയാൻ എന്നെ സമ്മതിച്ചിട്ടുണ്ടോ? എടി ഇവളിങ്ങനെ ഓരോ കുരുത്തക്കേട് കാണിക്കുന്ന ആരറിഞ്ഞു? എന്തായാലും തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. അതെ, ആ ദുർഗയോടും കിരണിനോടും എങ്ങനെ ഇതിനൊക്കെ നന്ദി പറയണ്ടേ? അവരില്ലായിരുന്നെങ്കിലേ നമ്മുടെ മോളിപ്പോ ജയിലിലായേനെ. അതൊക്കെ ശരി തന്നെ. പക്ഷേ എനിക്കൊരു സംശയം നീർജെ. എന്ത് സംശയം? സത്യത്തിൽ ആ കിരണും ദുർഗയും സ്കൂൾ ടീച്ചേഴ്സ് തന്നെയാണ്. അതെന്താ ഇപ്പൊ നിങ്ങക്ക് അങ്ങനൊരു സംശയം? എടി കാര്യമുണ്ട്. ഈ പല്ലവിയുടെ പ്രശ്നം വന്നപ്പോഴേ അവരാ പ്രശ്നത്തിനെ കൈകാര്യം ചെയ്തതേ ഒരു സാധാരണക്കാരെ പോലെ അല്ല.